നമുക്കറിയാം നമ്മുടെ സുവിശേഷത്തില് പിതാവായ ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് സുവിശേഷത്തിൽ 3 സ്ഥലത്താണ് നമ്മൾ കാണുന്നത്. 3 സ്ഥലത്ത് കാണുന്നുണ്ട് പിതാവായ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈശോയുടെ മാമോദീസയുടെ സമയത്താണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് ഈശോയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്. രണ്ടാമത് കാണുന്നത് രൂപാന്തരീകരണത്തിന്റെ ടൈമിലാണ്. അതെന്താ ദൈവം പറഞ്ഞത്? പിതാവായ ദൈവം ഇങ്ങനെയാ പറഞ്ഞത്, നീ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് നിങ്ങൾ കേൾക്കുവിൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് നിങ്ങൾ കേൾക്കുവിൻ. അത് പറഞ്ഞത് നമുക്ക് വേണ്ടിയായിരുന്നു. അത് നമുക്ക് വേണ്ടിയായിരുന്നു. പിന്നെ മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ പറയുന്നുണ്ട്, ഈശോ പിതാവിനോട് ഈശോനെ മൗത്തീകരിക്കാൻ പറയുമ്പം ആ സമയത്ത് ഒരു പ്രാവശ്യം കൂടെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് നോക്കുമ്പോൾ എന്താ, പിതാവായ ദൈവം നമ്മളോട് ആകെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യരായ നമ്മളോട്, ഈശോയുടെ മക്കളോട് പിതാവായ ദൈവം ആകെ പറഞ്ഞേക്കുന്നത് ഒരു കാര്യമാണ്. അതെന്താ? ഇവന്റെ വാക്ക് ശ്രവിക്കുകയും എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നത് കേൾക്കാനാ പറഞ്ഞേക്കുന്നത്. അത് മാത്രം, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പിതാവായ ദൈവം. ഈശോയെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ പിതാവായ ദൈവം എന്താ പറഞ്ഞത് കണ്ടു. ഇനി പുത്രനാ ഈശോ എന്താ പറഞ്ഞേക്കുന്നത്? ഈശോ പറഞ്ഞേക്കുന്നത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 14:23 ഇങ്ങനെ പറയുന്നില്ലേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പൊ എന്നെ ഈശോയും എൻ്റെ വാക്ക് പാലിക്കും. അപ്പൊ ഈശോയും പറയുന്നത് എന്താ? അവന്റെ വാക്ക് കേൾക്കാൻ. പിതാവായ ദൈവം പറയുന്ന ഈശോയുടെ വാക്ക് കേൾക്കാൻ. പുത്രനായ ദൈവം ഈശോയും പറയുന്ന അവന്റെ വാക്ക് കേൾക്കാൻ. പരിശുദ്ധാത്മാവ് ദൈവം എന്താ പറയുന്നത്? ഈശോ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വായനകളിലൊക്കെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14:26 പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ഈശോ നമ്മളോട് പറഞ്ഞിട്ടുള്ളവ നമ്മളെ അനുസ്മരിപ്പിക്കും. അപ്പം പിതാവായ ദൈവം പറയുന്നത് ഒന്ന്, പുത്രനായ ദൈവം പറയുന്നത് അതേ കാര്യം, പരിശുദ്ധാത്മാവായ ദൈവം പറയുന്നത് അത് തന്നെ. എന്താ? ഈശോയുടെ വാക്ക് കേൾക്കാൻ, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ. പിന്നെ മാതാവ് എന്താ പറയണേ? മാതാവ് നമ്മളോട് ആകെ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ബൈബിൾ മൊത്തം നോക്കുമ്പോൾ ആകെ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ. അവൻ പറയുന്നു. അപ്പൊ എന്താ? പരിശുദ്ധ ത്രിത്വം നമ്മളോട് പറയുന്നത്, പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് എല്ലാം ഒരു കാര്യമാണ്, അവൻ പറയണ പോലെ ചെയ്യാൻ. അപ്പം എങ്ങനെയാ അവൻ പറയുന്നത് നമ്മൾ അറിയുന്നേ? നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്രേരണകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. പരിശുദ്ധാത്മാവ് കുഞ്ഞു കുഞ്ഞു പ്രേരണകൾ. ഈ പരിശുദ്ധാത്മാവ് എന്താ തരുന്നത്? ഈശോ പറഞ്ഞത് എന്താ? ഈശോ പഠിപ്പിച്ച കാര്യങ്ങളാണ് അവനെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഈശോ ആഗ്രഹിക്കുന്ന എന്താണെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തുന്നത്. അതല്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ്ലീഹ പറയുന്ന 8ാം അധ്യായത്തിൽ പറയുന്നുള്ളൂ. നമുക്കറിയില്ല എന്താ പറയുന്നത്, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിക്കും. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്തേജിപ്പിക്കുന്നത്, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതൊക്കെ എന്താ? ഈശോ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതാണ് അച്ഛൻ പറയാനുള്ളത്. ഇപ്പൊ എന്താ, നമ്മുടെ ഉള്ളിൽ പലപ്പോഴും പല ആഗ്രഹങ്ങളും ഉണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ ചിലപ്പം പരിശുദ്ധാത്മാവ് നമ്മൾ തോന്നിപ്പിക്കുന്നത്, എന്താന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിരിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒന്ന് പള്ളിയിൽ പോകാനായിരിക്കും, കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതല്ലേ ഈശോ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ അതാണ് അച്ഛൻ പറയാനുള്ളത്. നോക്കി, യോഹന്നാന്റെ സുവിശേഷം അതേ വാക്യം തന്നെ, ഈശോ പറഞ്ഞ അതേ വാക്യം എടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? യോഹന്നാന്റെ സുവിശേഷം 14:23 എന്താ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അത്രയും നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് കഴിയുമ്പം അവൻ എന്താ ചെയ്യണേന്നാ പറയുന്നത്. അപ്പോൾ എന്താ പറ്റുന്നേ? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പൊ എന്താ? ഞാൻ ഈശോ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്നിൽ ഇൻസ്പയർ ചെയ്യുന്നത് ഞാൻ അനുസരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ആ നിമിഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെ ഉള്ളില് ശരിക്കും വസിക്കാൻ തുടങ്ങും. കാരണം എൻ്റെ ഹൃദയം എന്ത് പറ്റും? ഒരു സ്വർഗ്ഗമാവും ആ സമയം. കാരണം എന്താ?
നമ്മൾ സ്വർഗസ്നായ പിതാവിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേ. അപ്പൊ അങ്ങയുടെ തിരുമനസ് എപ്പോഴും സ്വർഗത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുക, അതുപോലെ ഭൂമിയിലും ആവണമെന്ന്. അപ്പൊ ഏതെങ്കിലും ഒരു നിമിഷം ഈശോയുടെ ഒരു മകനോ മകളോ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ആ നിമിഷം അവന്റെ ഹൃദയം സ്വർഗ്ഗമാവുക. കാരണം എന്താ? ഈ ഹൃദയത്തില് ഇപ്പൊ നടക്കുന്നത് ആരുടെ ഇഷ്ട? ഈശോയുടെ ഇഷ്ട. അപ്പൊ ഈശോയുടെ ഇഷ്ടമാകുമ്പം ഈ ഹൃദയം സ്വർഗ്ഗമാവുക. കാരണം അവിടെ ഈശോ വസിക്കാൻ തുടങ്ങുക. കാരണം എന്താ? അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞത്. ഈശോ പറഞ്ഞേക്കുന്ന ഈശോയുടെ വാക്കുകളാ. അപ്പോ ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വസിക്കുകയും ചെയ്യുന്ന എപ്പോഴാ? അവന്റെ വചനം പാലിക്കുമ്പോ. അപ്പൊ എന്താ? നമ്മൾ ഈശോയുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുമ്പോ, അത് സറണ്ടർ ചെയ്യുമ്പോൾ ആ നിമിഷം സ്വർഗം നമ്മുടെ സഹായത്തിന് വരും. അതാ അച്ഛന് പറയാനുള്ള. ഏത് നിമിഷം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഏതൊരു മകനോ മകളോ ഏത് നിമിഷം ആയിക്കൊള്ളട്ടെ, ഈശോയുടെ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നു, ആ നിമിഷം സ്വർഗം ഇറങ്ങി വരും. സ്വർഗം ഇറങ്ങി വരും. കാരണം എന്താ? ഞാൻ ചെയ്യുന്നത് ആരുടെ ഇഷ്ടം? ഈശോയുടെ ഇഷ്ടം. അപ്പൊ അത് അടിപൊളിയായിട്ട് ചെയ്യാന്നുള്ളത്, നടത്തുക എന്നുള്ളത് ഈശോയുടെ ഉത്തരവാദിത്തമാണ്. അത് അവന്റെ മിഷനാണ്. അവന്റെ മിഷന്. അപ്പൊ എന്താ? സാധാരണ ഞാൻ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? ഞാൻ ചെയ്യുമ്പോൾ മാനുഷികമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ഈശോ ചെയ്യുമ്പോ എന്താ? അത് ദൈവികമായിട്ട്. കാരണം അവൻ ദൈവമല്ലേ. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞേക്കുന്നത് എന്താ? ദൈവം പറഞ്ഞേക്കുന്ന ഈ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 55:8 പറയുന്നില്ലേ, എന്റെ ചിന്തകള് നിങ്ങളുടെ ചിന്തകള് പോലെയല്ല, എന്റെ വഴികള് നിങ്ങളുടെ പോലെ അല്ല. നോ, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നു, അതുപോലെയാണ് എന്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ. അപ്പൊ അതാ അപ്പൊ എന്താ? നമ്മുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുമ്പം ദൈവം അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. ചുമ്മാ പ്രവർത്തിക്കില്ല, അടിപൊളിയായിട്ടാണ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതെന്താന്ന് വെച്ചാൽ കാരണം ഈശോയ്ക്കുണ്ടല്ലോ, ദൈവത്തിനാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ആയിട്ടായിരിക്കും കൊടുക്കുന്നതും ചെയ്യുന്നതൊക്കെ. പക്ഷെ ഈശോ ചെയ്യുമ്പം അതെന്താ? വാരിക്കോരിയായിരിക്കും. കാരണം നമ്മൾ ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുന്നത് നമ്മുടെ ഈശോ. അതിന് എക്സാമ്പിൾ എന്താ? നമുക്ക് ബൈബിളിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ എന്താ? 2-3 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ എന്താ? എപ്പോഴാ? ഫോർ എക്സാമ്പിൾ, ആദ്യമേ തന്നെ ആരെങ്കിലും ഒരാൾ ഈശോയുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നു, ആ സമയം സ്വർഗം ഇറങ്ങി വരും. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്താ? പരിശുദ്ധ അമ്മ എപ്പോ എസ് പറഞ്ഞോ ആ നിമിഷമാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവം മനുഷ്യനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വന്ന്. അതെന്താ? എപ്പോഴാ? പരിശുദ്ധ അമ്മ ഈശോ ദൈവത്തിന്റെ ഇഷ്ടത്തിന് യെസ് പറഞ്ഞ ആ നിമിഷം അത്ഭുതം. ആ നിമിഷം സ്വർഗം ഇറങ്ങി വന്നു. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്താ നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ഈ കാനായില് വെള്ളം വീഞ്ഞ് തീർന്നു പോയപ്പോ എന്താ? പരിശുദ്ധ അമ്മ പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യാൻ. അവര് ചെയ്തു. അവൻ പറയുന്നത് പോലെ ചെയ്തു. എന്ത് പറ്റി? വീഞ്ഞ്. ചുമ്മാ അതാ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചുമ്മാ വീഞ്ഞ് കിട്ടിയെന്നല്ല, അതിൽ പറയുന്നുണ്ട് 6 കൽഭരണികൾ നിറച്ച്, ഓരോ കൽഭരണിയിലും 3 to 4 30 തൊട്ട് 40 ഗാലൻ വെള്ളം കൊള്ളുന്ന. ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ. അപ്പൊ ഒരു 120 ലിറ്റർ ആണ് ഒരു കൽഭരണിയിൽ കൊള്ളുക. അപ്പം 6 കൽഭരണി എന്ന് പറയുമ്പം 720 ലിറ്റർ ആണ്. 720 ലിറ്റർ വൈനോ. അടിപൊളിയല്ലേ? അതും ചുമ്മാ വൈനല്ല, ഏറ്റവും ബെസ്റ്റ് വൈനോ, ഏറ്റവും ബെസ്റ്റ് വൈൻ. 720 ലിറ്റർ ഏറ്റവും ബെസ്റ്റ് വൈൻ. അടിപൊളിയല്ലേ? അപ്പൊ അങ്ങനെ ചോദിച്ചു. കാരണം എന്താ? അവൻ പറയുന്ന പോലെ ചെയ്തപ്പോ എന്താ? കുറച്ചല്ല, ഇൻ അബണ്ടൻസ്. അതല്ല ഈശോ പറഞ്ഞേക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനാണ്. കുറച്ചല്ല, സമൃദ്ധമായിട്ടുണ്ടാകാം. അപ്പൊ എന്താ? സമൃദ്ധമായിട്ട് ഈശോ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കാണുന്നതാണ് ആ പയ്യന്റെ അടുത്ത് 5 അപ്പവും 2 മീനും. അപ്പൊ എന്താ? ഒരു 5 അപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഞാനും പലപ്പോഴും ഓർക്കാറുണ്ട്, എന്റെ അടുത്താണ് ഈ ശിഷ്യന്മാരാരെങ്കിലും വന്ന് ചോദിക്കണേ ഞാൻ എന്നാ ചെയ്യുന്നത്? ഞാൻ ഓർക്കും, ഓക്കെ 5 അപ്പം അല്ലേ, ഒരു 3 എണ്ണം കൊടുക്കാം. കാരണം കൂടുതൽ അവർക്ക് കൊടുക്കാം. കാരണം 2 എണ്ണം എനിക്ക് വെക്കാം, 3 എണ്ണം അവർക്ക് കൊടുക്കാം. പക്ഷെ ആ പയ്യൻ എന്ത് ചെയ്തു? എല്ലാം കൊടുത്തു. എന്താ പറ്റിയേ? അവന്റെ മാത്രം വയറല്ല നിറഞ്ഞത്, 5000 പുരുഷന്മാർ. അപ്പൊ എത്രമാത്രം സ്ത്രീകളും പിള്ളേരൊക്കെ ഉണ്ടാവും? ഒത്തിരി ഉണ്ടാവും. ഒരു 19,000 പേരെങ്കിലും ഉണ്ടാവും. അവരുടെയൊക്കെ വയറ് നിറഞ്ഞു. അതും എന്താ? ഈശോ വൈൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഉണ്ടാക്കിയെങ്കിൽ ബ്രെഡും ഏറ്റവും അടിപൊളിയായിരിക്കും ഉണ്ടാക്കിയത്. അപ്പം അടിപൊളി, വായിലൊന്ന് വെച്ചാൽ മതി, ഇറങ്ങിപ്പോവും. അതുപോലെ അപ്പം ഞാൻ വിചാരിക്കുന്നു ആ പയ്യൻ അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവന്റെ അമ്മ ഉണ്ടാക്കി 5 അപ്പം കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ? ഒരു 10-15 അല്ലെങ്കിൽ ഒരു 10 എണ്ണെങ്കിലും മിനിമം അവൻ കഴിച്ചിട്ടുണ്ടാവും.
അത് കഴിഞ്ഞ് അപ്പൊ എന്താ ബാക്കിയുള്ളവർക്കൊക്കെ കഴിച്ചിട്ടും മിച്ചം. അപ്പൊ എല്ലാരും സാറ്റിസ്ഫൈഡ്. അതാ ഈശോയുടെ ഇഷ്ടത്തിന് ആ പയ്യൻ യെസ് പറഞ്ഞപ്പം അവനെല്ലാം കൊടുത്തു, ഒന്നും നഷ്ടപ്പെട്ടില്ല. അതാ എപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈശോയുടെ ഇഷ്ടത്തിന് യെസ് പറയും, നമ്മൾ ഓർക്കും നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടായിരുന്നു അച്ഛൻ പലപ്പോഴും ചിന്തിച്ചത് 3 അപ്പം കൊടുത്താൽ മതി, 2 എനിക്ക് കഴിക്കുക. കാരണം എന്താ, ഞാൻ വിശന്നിരുന്നാലോ? പക്ഷെ അല്ല, ആർക്കാരാ ചോദിക്കുന്നേ? ആർക്കാ നീ കൊടുക്കുന്നത്? അതുകൊണ്ടല്ലേ ഈ സമറിയാക്കാരിയോട് ഈശോ ചോദിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നില്ലേ, ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ എന്താ, ദൈവത്തിന്റെ ദാനം എന്തെന്നും ആരാ നിന്നോട് ചോദിക്കുന്നതെന്ന് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അതാ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. ഈശോ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോ കാര്യങ്ങള് നമ്മളെ ഇൻസ്പയർ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കും. അത് ഈശോയുടെ ഇഷ്ടമായിരിക്കും ചോദിക്കുന്നത്. ചോദിക്കുമ്പോ ഓർക്ക, ഇതാരാ ചോദിക്കുന്നേ? അവന് എന്ത് തരാൻ വേണ്ടിയാ? എന്ത് തരാൻ വേണ്ടി? അതാ ദൈവത്തിന്റെ ദാനം എന്തെന്നും അത് ചോദിക്കുന്ന ആരാന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോഴാ ഇത് നമ്മൾ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ. പിന്നെ നമുക്കൊരു ഇതുണ്ട്. പിന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ പത്രോസ് ആണെങ്കിൽ എന്താ, രാത്രി മൊത്തം മീൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് പറഞ്ഞു, അപ്പുറത്ത് വലതുവശത്ത് വലയിറക്കാൻ. അതും നമുക്കറിയാം, രാത്രിയിലാണ് മീനിനെയൊക്കെ കിട്ടുക. രാവിലെ എന്ത് മീൻ കിട്ടാനാ? ഒരു മീനുമില്ല. കാരണം പ്രകാശമൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒന്നും കിട്ടില്ല. പക്ഷെ ഇയാള് വന്നിട്ട് പറയുന്നു, വലതുവശത്ത് വലയിറക്കാൻ. പത്രോസ് എന്താ, ചെറുപ്പം മുതലേ മീൻ പിടിക്കുന്നതും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ആള്. പക്ഷെ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു പത്രോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഈശോയെ നീ എന്ത് പൊട്ടത്തരാ ഈശോ പറയുന്നേ? എനിക്കറിയാം മീൻ കിട്ടൂല, ഈ സമയത്ത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, ചുമ്മാ എന്തിനാ ഈശോ സമയം കളയുന്നേ എന്നൊക്കെ. പക്ഷേ ലൂക്ക 5:5 ഇതൊക്കെ ചിലപ്പോ പത്രോസ് ചിന്തിച്ചിട്ടുണ്ടാവും. ലൂക്ക 5:5 ഇങ്ങനെയാ പറയുന്നേ, ഇഫ് യു സേ സോ, കർത്താവെ നീ പറയുന്നത് കൊണ്ട്. അതാ, വേറെ ഒരു റീസണിങ്ങും ഇല്ല, വേറെ ഒരു കാരണവും ഇല്ല. പലപ്പോഴും ഉണ്ടല്ലോ അച്ഛന്റെ ജീവിതത്തിലും പലപ്പോഴും ചില ഡിസിഷൻസോ ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടം ഒരു കാര്യമായിരിക്കും, പക്ഷെ ചിലപ്പോൾ നമ്മുടെ അധികാരികൾ വേറെ പലതും ആയിരിക്കും പറയുന്നത്. പക്ഷെ എന്റെ ചിന്തയിൽ ചിലപ്പോൾ ഇതായിരിക്കും നല്ലതെന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ അധികാരികൾ അങ്ങനെ ആയിരിക്കില്ല പറയുന്നത്. അല്ലെങ്കിൽ എന്താ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വചനം ഓർക്കും, കർത്താവെ നീ പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ചിലപ്പോൾ എന്റെ ചിന്തയെ നോക്കുമ്പോൾ അത് പൊട്ടത്തരായിരിക്കാം. പക്ഷെ ഈശോ നീ പറയുന്നോണ്ട് ഞാൻ വലയിറക്കാം. നീ പറയുന്നോണ്ട് പൊട്ടത്തരായിരിക്കാം, പക്ഷെ നീ പറയുന്നതുകൊണ്ട് ഈശോ ഞാൻ വലയിറക്കാം. എന്തു പറ്റി? വലയിറക്കി ആ നിമിഷം. അതാ, ആരൊക്കെ ഈശോയുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നു, ആ നിമിഷം സ്വർഗ്ഗം ഇറങ്ങി വരും. എന്താ സംഭവിച്ചേ? അതിൽ നമ്മൾ കാണുന്നത് എന്താ, ആ വല കീറാൻ തക്കവണ്ണം മത്സ്യം അവർക്ക് കിട്ടീന്. സാധാരണ എന്താ, ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പം ഒരു പരലിനെ കിട്ടുവാണെങ്കിൽ ഞാൻ കുഞ്ഞൊരു എന്താ പറയാ ഒരു ചൂണ്ടയായിട്ട് പോകും. കുറച്ചുകൂടെ കിട്ടുമെങ്കിൽ ചിലപ്പോൾ ഒരു കൊട്ടയായിട്ട് പോകും. കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമെങ്കിൽ ഞാൻ ഒരു വലയായിട്ട് പോകും. അപ്പൊ എന്താ, എനിക്ക് കിട്ടുമെന്ന് എന്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിക്കുന്നതിന്റെ മാക്സിമം കപ്പാസിറ്റി ഉള്ള ഒരു എക്യുപ്മെന്റ് ആയിട്ടായിരിക്കും ഞാൻ പോകുന്നത്. അത്രയും വലിയ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഒത്തിരി മത്സ്യം കിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അത്രയും വലുതായിട്ടാണ് പോകുന്നത്. അപ്പം ഇതിലെന്താ സംഭവിച്ചത്? അവരുടെ വല കീറാറായി എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ, അവര് സ്വപ്നത്തിൽ വിചാരിച്ചതിനേക്കാളും ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്തോളം, സ്വപ്നത്തിൽ വിചാരിക്കാത്തടത്തേക്കാളും അടിപൊളിയായിട്ട് അതിനേക്കാൾ കൂടുതൽ മത്സ്യം അവർക്ക് കിട്ടി. അതുകൊണ്ടാണ് വല കീറാൻ തുടങ്ങിയത്. അതിന്റെ കപ്പാസിറ്റിനേക്കാൾ കൂടുതലാവുമ്പോഴാണല്ലോ വല കീറുന്നത്. അപ്പൊ എന്താ, ദൈവം അങ്ങനെയാ പ്രവർത്തിക്കുന്നത്. ദൈവം ഇച്ചിരിയല്ല പ്രവർത്തിക്കുന്നത്, തരുമ്പം അവൻ എന്താ സമൃദ്ധമായിട്ട് തരും. കാരണം അവൻ ദൈവമാണ്, മനുഷ്യനല്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, മോളെ ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് ചോദിക്കുന്നത് ആരാന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോഴാ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതാ ഈശോ പറഞ്ഞ, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനം നിങ്ങൾ പാലിക്കും, അപ്പൊ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം അർപ്പിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് പറ്റും? എന്റെ ഹൃദയം
സ്വർഗ്ഗാവുക. എന്റെ ഹൃദയം സ്വർഗ്ഗാവുക. അപ്പം നമുക്കും പറയാൻ പറ്റും, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഗലാത്യക്കാർക്ക് പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഇനിമേ ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും. എപ്പോഴാ ഞാൻ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങും. കുഞ്ഞു കുഞ്ഞു പ്രേരണകള്, അതങ്ങനെ തുടങ്ങണേ, അതങ്ങനെ തുടങ്ങണേ, കുഞ്ഞു കുഞ്ഞു പ്രേരണകള്. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനാകുമ്പം ഈശോ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. പലപ്പോഴും ഉണ്ടല്ലോ നമ്മളെ ഈശോ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് എതിരായിരിക്കും. പലപ്പോഴും, മിക്കവാറും അങ്ങനെ സാധിക്കും. കാരണം നമ്മുടെ എന്താ പറയാ, സുഖങ്ങള്, സന്തോഷങ്ങള്, നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഈശോയ്ക്ക് അറിയാലോ ഏറ്റവും ബെസ്റ്റ് എന്തെന്ന്. ഞാൻ ഒരു എക്സാമ്പിള് ഇതിനായിട്ട് പറയാം. അച്ഛൻ സെമിനാരിയിൽ താമസിച്ചാണല്ലോ ജോയിൻ ചെയ്തത്. ഒരു 28ാമത്തെ വയസ്സിൽ അച്ഛൻ സെമിനാരിയിൽ പോയി. അതിനു മുമ്പ് പഠിക്കുകയൊക്കെ ആയിരുന്നു. അപ്പൊ അച്ഛൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പം 2002 തൊട്ട് 2006 വരെ രാജഗിരിയിലാണ് പഠിച്ചത്, എറണാകുളത്ത്. അപ്പം അവിടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു. അത് കുറെ എക്സാം, അതിലൊരു എക്സാമിന്റെ ഇത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു എക്സാം ആയിരുന്നു. അപ്പൊ അത് ഫുൾ മാത്സ് ആണ്. അപ്പൊ പരീക്ഷയുടെ മുമ്പ്, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനോടൊക്കെ പ്രാർത്ഥിക്കും. അപ്പൊ ഞാനും പ്രാർത്ഥിച്ചിരുന്നു പരിശുദ്ധാത്മാവിനോട്, ഇൻസ്പയർ ചെയ്യണേ, നന്നായിട്ട് പഠിച്ചതൊക്കെ ഓർക്കാനും അത് റിപ്രൊഡ്യൂസ് ചെയ്യാനും നന്നായിട്ട് ചെയ്യാനൊക്കെ സഹായിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. എക്സാം തുടങ്ങി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. നമ്മൾക്ക് അറിയാവുന്നതാണോ ക്വസ്റ്റ്യൻസ്, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യും. അപ്പൊ അച്ഛനും അങ്ങനെയൊക്കെ നോക്കി. അപ്പം ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ എസ്സേയുടെ പോർഷനാണ്. അപ്പൊ എസ്സേക്കാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് എഴുതണം. 5 2 ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ള ഓർമ്മ എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഓരോ എസ്സേസ് നോക്കുക, ഏതാ അറിയാവുന്നുണ്ടോ. അപ്പൊ അങ്ങനെ പോയപ്പോൾ ഒരു എസ്സേ, ഇപ്പം അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ഉത്തരം കിട്ടണമെങ്കിൽ 5 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. 5 സ്റ്റെപ്പ് മതി, 5 ലൈൻ കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും. 12 മാർക്ക് കിട്ടും. എസ്സേ ആണ്, പക്ഷെ 5 സ്റ്റെപ്പ് കൊണ്ട് ഉത്തരം കിട്ടും. രണ്ടാമത്തെ എസ്സേ, ആ ഓപ്ഷൻ എഴുതണമെങ്കിൽ 5 പേജെങ്കിലും മിനിമം എഴുതണം. കാരണം അത് ഭയങ്കര വലുതാണ്. അത് കുറെ ഡിറൈവ് ചെയ്ത് ഉത്തരം കിട്ടണം. പക്ഷെ 5 പേജ് എഴുതണം. 5 പേജ് എഴുതി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അപ്പൊ അച്ഛൻ നോക്കിയപ്പോ എന്താ, ഈ രണ്ടും അറിയാം. അപ്പം സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏത് എഴുതും, രണ്ടും അറിയാം. ആദ്യത്തത് 5 സ്റ്റെപ്പ് കൊണ്ട് കിട്ടും. രണ്ടാമത്തത് മിനിമം 5 പേജെങ്കിലും എഴുതണം. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ഏറ്റവും എളുപ്പമുള്ളത്, പെട്ടെന്ന് മാർക്ക് കിട്ടാൻ. അപ്പൊ എന്താ, ആദ്യത്തെ അച്ഛനും അപ്പൊ സെലക്ട് ചെയ്തു ആദ്യത്തത് എഴുതുന്നത്. അപ്പൊ ഇതൊക്കെ പരീക്ഷയുടെ മീൻസ് എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പൊ ആദ്യത്തെ അച്ഛൻ സെലക്ട് ചെയ്തു. അപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് ഇങ്ങനെ തോന്നിച്ചു, മോനെ രണ്ടാമത്തെ എഴുത്. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാരണം എന്താ, അതൊരു പൊട്ടത്തരാണ്. 5 പേജ് എഴുതണം. അപ്പൊ രണ്ടാമത്തെ എഴുത്. അപ്പൊ ഞാൻ അതെന്താ പറയാ, അവോയ്ഡ് ചെയ്യാൻ നോക്കി. അപ്പൊ പിന്നെയും ഇങ്ങനെ ഇൻസ്പയർ ചെയ്തു, മോനെ രണ്ടാമത്തെ എഴുത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈശോ ഇതേ ഇംഗ്ലീഷ് എക്സാം ഒന്നുമല്ല. ഇംഗ്ലീഷ് എക്സാം ആണെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ 1/2 മാർക്ക് പോകും. പിന്നെ കുഴപ്പമില്ലല്ലോ, 1/2 മാർക്ക് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതേ മാത്സ് എക്സാം ആണ്, ഒരു നമ്പർ മാറിപ്പോയാൽ ബാക്കി ഫുൾ സം തെറ്റിപ്പോകും, ബാക്കി ഫുള്ള് തെറ്റും. അപ്പൊ ഒരു നമ്പർ മാറിപ്പോയാൽ മതി. അതുകൊണ്ട് ഞാൻ ഈശോട് പറയത്, ഈശോ ഇതേ ഇംഗ്ലീഷ് എക്സാം ഒന്നുമല്ല, ഇതേ മാത്സ് എക്സാമാ. ഈ മറ്റതാണെങ്കിൽ എനിക്ക് ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുവാണെങ്കിൽ എനിക്ക് 2-3 പ്രാവശ്യം വേണമെങ്കിൽ വായിച്ചു നോക്കാം. കാരണം 5 സ്റ്റെപ്പേ ഉള്ളൂ, പല പ്രാവശ്യം വായിച്ചു നോക്കാം എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോന്ന്. പക്ഷെ മറ്റതാണെങ്കിൽ 5 പേജ്, അത് എഴുതാൻ തന്നെ സമയം എടുക്കും, പിന്നെ വായിച്ചു നോക്കാൻ തന്നെ സമയം കിട്ടുമെന്ന് തന്നെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഫസ്റ്റ് എഴുതാൻ പോണേന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു. എന്നിട്ട് പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് എല്ലാം എഴുതി, ചെറിയ ക്വസ്റ്റ്യൻസ്, അതിന്റെ വലിയ ക്വസ്റ്റ്യൻ ആയി. അപ്പൊ എസ്സേയുടെ ടൈം ആയപ്പോ എന്താ, എനിക്ക് ചൂസ് ചെയ്യണം ഇപ്പൊ ഏത് വേണം. അപ്പൊ ഞാൻ ആദ്യത്തെ ചൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈശോ ഇങ്ങനെ പിന്നെയും തോന്നിച്ചു. ഈശോ പറഞ്ഞു, മോനെ ഞാനല്ലേ പറയുന്നേ, നീ വലുതെഴുത്. അപ്പൊ പിന്നെയും അവൻ പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം. എത്ര പ്രാവശ്യമായി ഈശോ പറയുന്നേ. പക്ഷെ ഞാൻ നോക്കുമ്പോ എന്താ, അത് പൊട്ടത്തരാണ്. എന്തിനാ ഈ 5 പേജ് ചെയ്ത്, മറ്റേത് 5 ലൈൻ മതിയിരുന്നല്ലോ, അതും അറിയാലോ. പൊട്ടത്തരാണ്. അപ്പൊ ഞാൻ കുറച്ചു നേരം ഒന്നും എഴുതാണ്ടങ്ങിരുന്നു, ഒരു ശക്തി കിട്ടാൻ, ഈശോ പറയുന്ന അനുസരിക്കാതെ. പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് എതിരാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് അനുസരിക്കുക, അത്രയൊന്നും വളർന്നിട്ടില്ല അച്ഛൻ. അപ്പൊ ആ സമയം, അപ്പൊ എന്താന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ കുറെ നേരം ഇരുന്നു.
ഇത് കുറച്ചു നേരം ഇരുന്ന് അപ്പം ഈശോ കുറച്ചുകൂടെ ശക്തി തന്നു അനുസരിക്കാൻ. ഞാൻ പറഞ്ഞു, ഈശോ നിന്റെ ഇഷ്ടം, ഞാൻ വലിയ ക്വസ്റ്റ്യൻ എഴുതാം. എന്നിട്ട് വലിയ ക്വസ്റ്റ്യൻ എഴുതാൻ തുടങ്ങി. വലിയ ക്വസ്റ്റ്യൻ എല്ലാം എഴുതി കഴിഞ്ഞു. അങ്ങനെ ദൈവാനുഗ്രഹത്താല് കറക്റ്റ് ടൈമിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റി. എല്ലാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പം സാധാരണ നമ്മൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, എസ്പെഷ്യലി മാത്സും ഇതൊക്കെ ആണെങ്കിൽ എന്താ, നമ്മളത് ബാക്കി ഫ്രണ്ട്സായിട്ട് ഡിസ്കസ്. നമുക്കറിയാം മാത്സ് ഒക്കെ, നമുക്കറിയാം ഉത്തരം ഏതൊക്കെയാ എങ്ങനെയാന്നൊക്കെ. അപ്പൊ ഏകദേശം അറിയാം കറക്റ്റ് ആണോ ചെയ്തതെന്നൊക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കുറെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മൾ ഇങ്ങനെ കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താ, എല്ലാരും ചെയ്തേക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാള് മാത്രം ചെയ്ത വലിയ ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് അവരുടെ മുമ്പിൽ പറയാൻ മടിയായിരുന്നു ഞാൻ ഈ വലിയ ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം അവര് പറയും, നീ എന്താ പൊട്ടനാണോ, എന്ത് മട്ടത്തരാ നിനക്ക് എന്താ അങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെ ചോദിച്ചാലോ എന്ന് ഓർത്ത് ഞാൻ മിണ്ടാണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ വലിയ ക്വസ്റ്റ്യൻ എഴുതിയെന്ന്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർത്തു, എന്താ ഞാനൊരു പൊട്ടത്തരം ചെയ്തതാണോ, ചെറിയ ക്വസ്റ്റ്യൻ എഴുതിയാ മതിയായിരുന്നു എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മനസ്സിലോർത്തു ആ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്ത് അതെല്ലാം കഴിഞ്ഞു. ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കോളേജിൽ നിന്ന് പോവാൻ നേരത്ത് ഒരു ഫ്രണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഓടി വന്നു. ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഓടി വന്നിട്ട് ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ എല്ലാവരുടെ അടുത്തും നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കി, അതേതാന്ന് വെച്ചാൽ ആ ചെറിയ ക്വസ്റ്റ്യൻ നോക്കി കാണിച്ചിട്ട് നോക്കി, ഇതിലൊരു സട്ടിലായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പെട്ടെന്ന് നോക്കുന്നത് അത് നമ്മൾ അത്രയും ഫെമിലിയർ ആയിരുന്നു, നമ്മൾ അത്രയും പ്രാക്ടീസും അങ്ങനത്തെ ടൈപ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ, അപ്പൊ പലർക്കും അത് കാണാൻ പറ്റിയില്ല. അപ്പം മജോറിറ്റി ആൾക്കാർക്ക് അപ്പൊ അതെന്താ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്ത് പറ്റി, അവർക്കൊക്കെ ഭയങ്കര വിഷമായി. കാരണം 12 മാർക്കല്ലേ, അത് പോയല്ലോ എന്നോർത്ത് ഒത്തിരി വിഷമായി. കാരണം ഈ പ്രൊഫസർമാരിങ്ങനെ 5 ലൈൻ കൊണ്ട് കിട്ടുന്ന ക്വസ്റ്റിന് 12 മാർക്കൊന്നും കൊടുക്കില്ലല്ലോ, അവരത്രയും മണ്ടന്മാരൊന്നും അല്ലല്ലോ. അപ്പൊ എന്താ, അവർക്ക് ഒത്തിരി വിഷമായി. അപ്പൊ എന്തു പറ്റി, അപ്പൊ അച്ഛൻ എന്താ തോന്നിയെന്നറിയോ, അച്ഛനാണെങ്കിൽ ഇവരുടെ കൂടെ ആയിരുന്നല്ലോ, അവരുടെ കൂടെ നിന്ന് മാറി. അവരുടെ കൂടെ, കാരണം എനിക്ക് തന്നെ തന്നെ ആയിരിക്കാൻ തോന്നി. അവരുടെ അടുത്തുനിന്ന് മാറി ഞാൻ ഒരു സ്ഥലത്ത് തന്നെ ചെന്നു. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു അച്ഛൻ എന്താ തോന്നിയെന്ന് വെച്ചാൽ അച്ഛന് കരയാനാ തോന്നി. ഞാൻ അപ്പൊ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു, ഈശോയെ നീ എന്തിനാ ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നേ, എന്തിനാ ഈശോ നീ ഇത്രമാത്രം സ്നേഹിക്കുന്നേ? ഞാൻ പരീക്ഷ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോ ഞാൻ നിന്നോട് ചോദിച്ചില്ല ഈശോയെ ഇത് എഴുതണോ വലുത് വേണോ ചെറുത് വേണോ, ഒന്നും ചോദിച്ചില്ല. ചോദിക്കാണ്ട് തന്നെ ഞാൻ തന്നെ തീരുമാനിക്കുക ചെറുതെഴുതാൻ. പക്ഷെ നീ പറഞ്ഞു മോനെ വലുതെഴുത. ഞാൻ കേട്ടില്ല, ഞാൻ നിന്നെ പഠിപ്പിക്കാൻ നോക്കി. കാരണം നിനക്കൊന്നും അറിയില്ലല്ലോ, എനിക്കാണല്ലോ അറിയാവുന്നത്. ഞാൻ നിന്നെ പഠിപ്പിക്കാൻ നോക്കി ഈശോയെ, ഇത് ഇംഗ്ലീഷ് എക്സാം അല്ല, മാത്സ് എക്സാമാ. പക്ഷെ എന്നാലും നീ കൈവിട്ടില്ല. അത് ഞാൻ കറക്റ്റ് എഴുതേണ്ട സമയമായപ്പോ നീ പിന്നെയും പറഞ്ഞു, മോനെ ഞാനല്ലേ പറയുന്നേ, വലുതെഴുത. എന്റെ ഈശോ, എന്തിനാ ഈശോ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നേ? അപ്പൊ എന്നെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം എന്താ, നമ്മുടെ ഈശോ എന്ത് അടിപൊളിയാ. അപ്പൊ എന്ത് പറ്റി, അത് കഴിഞ്ഞപ്പം ആ എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാം ആണ്. അപ്പൊ എനിക്കൊന്ന് 100-ലെ 96 94. അപ്പൊ അതിന് നല്ല അടിപൊളി മാർക്ക് ഈശോ തന്നു. പക്ഷെ അത് എപ്പോഴാ സംഭവിച്ചത്? അതാ, ഈശോയുടെ ഇഷ്ടത്തിന് എപ്പം നമ്മുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുമ്പോഴാ. അതാ, നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചേക്കാളും വലിയ അനുഗ്രഹങ്ങളായിരിക്കും ഈശോ തരുന്നത് നമ്മുടെ ജീവിതത്തിൽ. അത് അച്ഛന് പറയാനുള്ളത്. കുഞ്ഞു കാര്യമാവാം, വലിയ കാര്യങ്ങളാവാം, പരിശുദ്ധാത്മാവ് നമ്മളെ എന്താണോ തോന്നിപ്പിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നതെല്ലാം എന്തെന്നാ ഈശോ പറഞ്ഞേക്കുന്നത്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവയാണ് അവൻ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ, ഈശോയുടെ ഇഷ്ടമാണ് പറയുന്നത്. പിതാവായ ദൈവം പറയുന്നത് അവൻ പറയുന്ന പോലെ ചെയ്യാനാ, ഈശോ പറയുന്നത് അവൻ പറയുന്ന പോലെ ചെയ്യാനാ. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഈശോ പറയുന്നതാ. മാതാവ് നമ്മളോട് പറഞ്ഞേക്കുന്നതും അവൻ പറയുന്നതാ. അപ്പൊ എന്താ, കുഞ്ഞു കാര്യങ്ങളിൽ വിശ്വസ്തനാവണം നമ്മള്. കുഞ്ഞു ഇൻസ്പിറേഷൻ, കുഞ്ഞു കാര്യമായിരിക്കും. ചിലപ്പോ വേണമെങ്കിൽ പറയാം, ഈശോ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊന്ത എല്ലാനായിരിക്കും, കരുണക്കൊന്ത എല്ലാനായിരിക്കും, പള്ളിയിൽ പോകാനായിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ. കുഞ്ഞു കാര്യമാണോ അത് നമ്മൾ ചിലപ്പോഴൊക്കെ എന്താ, കുഞ്ഞു കാര്യം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒത്തിരി താല്പര്യം ഇല്ലാത്തവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാനോ, അല്ലെങ്കിൽ കുഞ്ഞു ഇൻസ്പിറേഷൻ ആയിരിക്കും. പക്ഷെ അത് മതി.
ഒരു അനുഗ്രഹമാവാൻ. കാരണം എന്താ, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞു കാര്യം മതി. കാരണം എന്താ, പരിശുദ്ധ അമ്മയാണെങ്കില് പരിശുദ്ധ അമ്മ ഈശോനെയും കൊണ്ട് എലീശ പുണ്യവതിയുടെ അടുത്ത് പോയില്ലേ? ഈശോനെ സ്വീകരിച്ചു ഉടനെ എലീശ പുണ്യവതിയുടെ അടുത്ത് പോയിട്ട് എന്താ ചെയ്യുന്നേ? അവിടെ ചെന്നിട്ട് പുണ്യവതി വാതിൽ തുറന്നിട്ടുണ്ടാവും. വാതിൽ തുറന്നു കഴിഞ്ഞപ്പം എന്താ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ടാവുക? ആ സുഖമാണോ? സുഖമാണോ ആന്റി? സുഖമാണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? അങ്ങനെയൊക്കെ സുഖമാണോ? അപ്പൊ കുഞ്ഞി കുഞ്ഞി കാര്യമായിരിക്കും പറഞ്ഞുള്ളൂ. അപ്പം സുവിശേഷത്തിൽ എന്താ പറഞ്ഞേക്കുന്നേ? പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോ ശിശു പരിശുദ്ധാത്മാവില നിറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ന് ഉദരത്തില് കുതിച്ചു ചാടിയെന്ന. അപ്പൊ ഈ മാതാവിന്റെ ആ കുഞ്ഞൊരു അഭിവാദനം കേട്ടപ്പോ പരിശുദ്ധ എലീശ പുണ്യവതിയും സ്നാപയോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. മാതാവ് ഒന്നും ചെയ്തില്ല, വലിയ വലിയ കാര്യമൊന്നും ചെയ്തില്ല. ചെറിയ ഒരു അഭിവാദനം കൊടുത്തുള്ളൂ. പക്ഷെ അതിന്റെ റീസൺ എന്താ? ഈശോ ഉള്ളിലുണ്ടേ, ഈശോ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലും ഈശോ ഉണ്ട്. അതെപ്പോഴാണ്? കാരണം അവൻ പറഞ്ഞെന്താ? അവന്റെ വാക്ക് പാലിക്കുമ്പം, അവന്റെ ഇഷ്ടം നിറവേറ്റുമ്പം എന്റെ ഉള്ളിൽ അവൻ വരുന്നതാണ് സുവിശേഷം പറഞ്ഞു. ഈശോ പറഞ്ഞേക്കുന്നെങ്കിൽ അതിൽ യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനം പാലിക്കും, അപ്പൊ എന്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പൊ എന്താ, ഞാൻ ഈശോയുടെ ആഗ്രഹം സാധിക്കുമ്പം അവൻ എന്റെ ഉള്ളിലുണ്ടാവും. പിന്നെ ചെയ്യുന്നത് അവന്റെ ജോലിയായിരിക്കും. അപ്പൊ എന്താ, നമ്മൾ സ്വപ്നത്തെ വിചാരിച്ചേക്കാളും അടിപൊളിയായിട്ടായിരിക്കും അവൻ ചെയ്യുന്നത്. സ്വപ്നത്തെ വിചാരിച്ചേക്കാളും അടിപൊളിയായിട്ടായിരിക്കും അവൻ ചെയ്യുന്നത്. അപ്പം ഈശോ നമ്മുടെ ഉള്ളിൽ വരാനുള്ള ഒരു എന്താന്ന് വെച്ചാൽ, അവൻ പറയുന്നത് പോലെ അനുസരിക്കുമ്പോൾ, കുഞ്ഞു കുഞ്ഞു ഇൻസ്പിറേഷൻസ് നമ്മൾ അനുസരിക്കുമ്പം അവൻ ദൈവമായിട്ട് പ്രവർത്തിച്ച് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈശോനെ സ്വീകരിക്കുകയുള്ളൂ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ എല്ലാവരും പള്ളിയിലൊന്നും പോകണമെന്നില്ല. നമ്മളും ചിലപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളോ രണ്ടുപേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിശ്വാസം തന്നെയുള്ളൂ. ബാക്കിയുള്ളവർ ചിലപ്പോൾ ഞായറാഴ്ച മാത്രം ജസ്റ്റ് ഒന്നൊരു കടമ തീർക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. ചിലർക്ക് അങ്ങ് ഒട്ടും വിശ്വാസം പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ മക്കളാവാം, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരാവാം, ആരും ആയിക്കൊള്ളട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മളാണെങ്കിൽ കുർബാനയ്ക്ക് വരുമ്പം ഈശോനെ നമ്മൾ കുർബാനയ്ക്ക് വരുന്നു, ഈശോനെ സ്വീകരിച്ചു. ആ സമയത്ത് നമുക്ക് ഈശോയോട് പറയണം, ഈശോയെ, നിനക്കറിയാലോ, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഭാര്യ നിന്റെ അടുത്ത് വരുന്നില്ല, നിന്നിൽ വിശ്വാസമില്ല. അല്ലെങ്കിൽ എന്റെ മക്കള് നിന്റെ കാര്യത്തിൽ താല്പര്യമില്ല, നിന്നിൽ വിശ്വാസമില്ല. പള്ളി വരാനൊന്നും ഈശോ അവർക്ക് താല്പര്യമില്ല. പക്ഷെ ഈശോ, അവര് നിന്റെ അടുത്ത് വരുന്നില്ല. പക്ഷെ ഈശോ, ഞാൻ നിന്നെയും കൊണ്ട് അവരുടെ അടുത്ത് പോവാ ഈശോ, ഈശോ. അത് മതി. അത് ഈശോ നോക്കുന്നത് എന്താ? നമ്മുടെ വിശ്വാസം. അപ്പൊ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് നമ്മൾ ഈശോയോട് ഇങ്ങനെ പറയണം, ഈശോയെ, നമുക്ക് ഒന്നിച്ചു പോവാം ഈശോ, എന്റെ വീട്ടിലേക്ക്. അപ്പൊ അവര് വരുന്നില്ല, അതിന് പകരം ഞാൻ നിന്നെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് പോകും ഈശോ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എന്റെ സാന്നിധ്യം നിന്റെ സാന്നിധ്യം ആവണേ ഈശോ. ഞാൻ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പം അത് നിന്റെ വാക്കാവണേ ഈശോ. ഞാൻ അവരെ സ്നേഹത്തോടെ ഒന്ന് തലോടും, ഒന്ന് കെട്ടിപ്പിടിക്കുമ്പം, എന്റെ മക്കളെയൊക്കെ ഒന്ന് തലോടുമ്പോ ഈശോയെ, അത് നിന്റെ തലോടലാവണേ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച്, അപ്പൊ എന്താ, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും? നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ ഈശോയോടുള്ള വിശ്വാസം. അപ്പൊ അത് കാണുമ്പോൾ ഉറപ്പായിട്ടും അവൻ പ്രവർത്തിക്കും. അവർക്ക് അവര് വിശ്വസിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം മതി. ഇപ്പൊ എന്താ, ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തിയത് ആ വൃത്തിന്റെ വിശ്വാസം കണ്ടിട്ടൊന്നും അല്ലല്ലോ. ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് വൃത്തിന് എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു. ഈശോയുടെ മുമ്പിൽ പോലും വന്നില്ല. വീട്ടിലുള്ള ഒരാളെ അത് വിശ്വാസം ഉണ്ടായിരുന്നൊന്നും അറിയില്ല. ഈ ശതാധിപൻ പ്രാർത്ഥിച്ചപ്പം ഈശോ സുഖപ്പെടുത്തി. അതുപോലെ അപ്പം നമ്മുടെ ബൈബിളിൽ വേറെ പല ഉദാഹരണങ്ങളും ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി, ബാക്കിയുള്ളവർക്ക് വേണ്ടി വിശ്വസിക്കുക. അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്താ, ഈശോയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ അകന്നു പോകുന്ന സമയങ്ങളൊക്കെയാ പല സ്ഥലത്തും ഉണ്ടാവുന്നത്. പക്ഷെ അപ്പൊ എന്താ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യണേ? നമ്മളതങ്ങ് ഏറ്റെടുക്കണം. ഈശോട് പറയാം, ഈശോ, അവർക്ക് വേണ്ടി ഞാനങ്ങ് വിശ്വസിക്കുക ഈശോ, ഞാനങ്ങ് പ്രാർത്ഥിക്കുക ഈശോ. ഞാൻ നിന്നെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക്, അവരുടെ അടുത്തേക്ക് പോവാ. ഇനി ഈ മക്കളെയൊക്കെ എന്താ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് ഒന്ന് തൊട്ടേ.
അതെന്താ തൊടണേ? അപ്പൊ നമ്മൾ ഉള്ളിൽ പ്രാർത്ഥിക്കണം. ഈശോയെ, ഞാൻ തൊടുമ്പോ ഈശോ നീ ആയിരിക്കണേ തൊടണേ. ഞാൻ തൊടുമ്പോ ഈശോ നീ ആയിരിക്കണം. അപ്പൊ എന്ത് പറ്റും? അവരിൽ ഈശോ പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ഈ വിശ്വാസം കാണുന്ന ഈശോ വിശ്വാസത്തിന് മുമ്പിലുണ്ടല്ലോ, എവിടെയൊക്കെ ആർക്കൊക്കെ വിശ്വാസമുണ്ടോ അവിടെയൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അതാ. അപ്പൊ ഇന്ന് അപ്പൊ അച്ഛൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് കേട്ടത് എന്താ? പിതാവായത് പരിശുദ്ധ ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതും ഒന്നോളൂ. പരിശുദ്ധ അമ്മയും പറഞ്ഞിട്ടുള്ള ഒന്നോളൂ. അവൻ പറയണ പോലെ ചെയ്യാൻ. അവൻ പറയും. അപ്പൊ എങ്ങനെയാ അറിയുന്നത് അവൻ എന്താ പറയണേന്ന്? ഇപ്പൊ ആരെങ്കിലും എന്താ ആഗ്രഹിക്കുന്നതെന്ന് എങ്ങനെയാ അറിയുന്നത്? അവരുടെ കൂടെ ഇരിക്കണം, അവരെ കുറിച്ച് കൂടുതൽ അറിയണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബൈബിള് വായിക്കുക, അവന്റെ കൂടെ ഇരിക്കുക, അവനോട് ചോദിക്കുക, ഈശോയെ നിനക്ക് എന്നാ ഈശോ പറയാനുള്ള, നിനക്ക് എന്നാ ഈശോ പറയാനുള്ള. പിന്നെ അതുപോലെ തന്നെ എന്താ, പരിശുദ്ധാത്മാവ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് അതങ്ങ് കണ്ണും പൂട്ടി മീൻസ് എന്താ, അതങ്ങ് അനുസരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങള് അത് നമ്മൾ ശരിക്കും ഡിസേൺ ചെയ്തിട്ട് വേണം നമ്മളത് അനുസരിക്കാൻ. അപ്പം നമുക്കറിയാം ഈശോ ആഗ്രഹിക്കുന്നതാണോന്ന്. പലപ്പോഴും എന്താന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എതിരായിരിക്കും. അതാണ് ഒരു കാര്യം. പിന്നെ അത് നമുക്ക് ഒത്തിരി സമാധാനം തരും. അപ്പൊ അത് നമ്മളങ്ങ് അനുസരിക്കുക. അപ്പൊ എന്ത് പറ്റും? ഹൃദയങ്ങൾ കാണുന്ന നല്ല ഈശോ, ഉള്ളിൽ വസിക്കുന്ന ഈശോ സ്വപ്നത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തും. കാരണം എന്താ? നമ്മൾ ആരൊക്കെ ഈശോയുടെ ഇഷ്ടത്തിന് യെസ് പറയുന്നുണ്ടോ, അപ്പൊ ആ നിമിഷം തൊട്ട് അവൻ അങ്ങ് ഏറ്റെടുക്കും. കാരണം അവന്റെ ജോലിയാ, കാരണം അവന്റെ ആഗ്രഹമാണല്ലോ സാധിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? നമ്മളെ ഈശോ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മള് കാണാത്ത അനുഗ്രഹങ്ങളും നമ്മൾ ഓരോരുത്തരും ഒരു അനുഗ്രഹമായിട്ട് മാറും നമ്മുടെ ജീവിതത്തിലും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലും എപ്പോഴാ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഈശോ ഒരു അനുഗ്രഹമാക്കും. പരിശുദ്ധ അമ്മേനെ പോലെ പരിശുദ്ധ അമ്മ വിട്ടുകൊടുത്തപ്പോൾ ആ നിമിഷമാണ് സ്വർഗം വന്നത്. അപ്പൊ തന്നെയാണ് ബാക്കിയുള്ളവരുടെ ജീവിതത്തില് ഒരു അനുഗ്രഹമാവാൻ പരിശുദ്ധ അമ്മേനെ ഈശോ വിളിച്ചത്. അങ്ങനെയായി. ഒരു വാക്ക് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ പരിശുദ്ധാത്മാവിനാന്ന് പറഞ്ഞ ഒരു കുഞ്ഞു വാക്ക്. അപ്പൊ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈശോ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് ഈശോയില് വിശ്വസിച്ച് അങ്ങ് ചെയ്യുക. നമ്മളെല്ലാവരും ഒരു അനുഗ്രഹവും. ഓർക്കുക, അവൻ പറയുന്നത് ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് ചോദിക്കുന്നത് ആരാണെന്നും നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്കത് ഓർക്കാം. ഈശോയെ വിശ്വസിക്കാം. പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണകൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ചെറുതായി അവൻ സഹായിക്കും. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.